ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. നമ്മളിന്ന് പറയാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം മൂവി കാണാൻ പോയ കാര്യമാണ്. വർഷങ്ങൾക്ക് ശേഷം മൂവി കണ്ടു. വളരെ മനോഹരമായ ഒരു മൂവിയാണ്. ഒരു പ്രത്യേക മൂഡിലിരുന്ന് കാണേണ്ട സിനിമയാണ് കേട്ടോ. വിനീത് ശ്രീനിവാസനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഒരു ക്ലാസിക് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നിയത് നമ്മളൊരു ബംഗാളി നോവൽ വായിച്ച് തീർത്ത ഒരു പ്രതീതിയാണ് എനിക്ക് ആ നോവലല്ല, ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഒരേ സമയത്ത് സിനിമ കാണുന്നതോടൊപ്പം ഒരു വായനയും കൂടി നമുക്ക് വിനീത് ശ്രീനിവാസ് ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു ആ സിനിമയിൽ. കൃത്യമായിട്ടൊരു ബംഗാളി നോവൽ വായിച്ച് തീർത്ത ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ നിന്നൊക്കെ നമ്മൾ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഈ ബംഗാളി തർജ്ജമ ചെയ്ത് വരുന്ന നോവലാണ് ഞാനൊക്കെ കൂടുതലും വായിച്ച് ഇരുന്നത്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായാണ് നമ്മുടെ ഇഷ്ട നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന നോവൽ എത്ര തവണ ഞാൻ വായിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ ലൈബ്രറിയിൽ നിന്ന് ഞാനത് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അവസാനം ലൈബ്രറി എന്നെ വഴക്ക് പറഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാനത് അന്നൊക്കെ ഫൈനൊക്കെ ഉണ്ട് ബുക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ എന്നിട്ടാണ് ഞാൻ ബുക്ക് തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ മൂവി കണ്ടപ്പോഴും അതുപോലൊരു ബംഗാളി നോവൽ വായിച്ചതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഒരു എന്താ പറയുക, സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, വളരെ മനോഹരമായിട്ട് അത് വിനീത് ശ്രീനിവാസൻ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തെ സ്കൂൾ കലാലയങ്ങളിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ, ആ സമയത്തെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന നമ്മുടെയൊക്കെ ജനറേഷനോട് കൂടി തീരാൻ പോയിക്കൊണ്ടിരുന്ന കലാലയമാണ് നമ്മൾ കണ്ടത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ധ്യാനും പ്രണവും കൂടി കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ആ കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്ന സീനിൽ കോളേജിലേക്ക് കയറുന്ന വഴിയിലും പടിക്കെട്ടിലും മുഴുവനും വാഗപ്പൂക്കൾ ഇങ്ങനെ ചുമന്ന് പരവതാനി വിരിച്ച പോലെ വാഗപ്പൂക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ ആ മുറ്റവും അങ്ങോട്ട് പോകുന്ന വഴികളിൽ മുഴുവൻ ഇരുവശവും വാഗമരങ്ങളും ആ വാഗപ്പൂക്കളും നിറഞ്ഞിങ്ങനെ കിടക്കുന്ന ആ ഒരു മെമ്മറിയാണ് നമുക്ക്, ആ ഒരു ഓർമ്മയാണ് നമുക്ക് കിട്ടിയത്. വാഗപ്പൂവിൻ്റെ അടിയിലത്തെ ഇതളിങ്ങനെ ഇളക്കിയെടുത്തിട്ട് വിരലിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ 5 വിരലിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പ്രേതത്തിൻ്റെ വിരൽ പോലൊക്കെ ഇങ്ങനെ കളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ആ സമയത്ത് നമ്മൾ കോളേജിലൊന്നും അങ്ങനെ ചെയ്യത്തില്ല, സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ പറയുന്നത്. അങ്ങനെ ആ വാഗപ്പൂക്കളും വാഗമരങ്ങളും നിറഞ്ഞ കലാലയവും ആ ക്യാമ്പസും ഒക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പോരാ, അത് രവിവർമ്മ ചിത്രം പോലെയാണ് നമുക്ക് ആ ഓരോ സീനിലും ഓരോ ഫ്രെയിമും നമുക്ക് ഈ മൂവിയിൽ നിന്ന് നമുക്കത് കാണാൻ കിട്ടിയത്. അതിനെയൊക്കെ വിനീതിനെ നമുക്ക് നന്നായിട്ട് അഭിനന്ദിക്കുന്നതിൽ യാതൊരു മടിയും തോന്നുന്നില്ല. അത് വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഓരോ സീനുകളും. പിന്നെ പണ്ടത്തെ കലാലയങ്ങളുണ്ടായിരുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം ആൾക്കാരുണ്ട്. താടി നീട്ടി മുടിയൊക്കെ നീട്ടി അഴുക്ക് പിടിച്ച ജുബ്ബയൊക്കെ ഇട്ട് ഒരു തോൾസഞ്ചിയും തൂക്കി സിഗരറ്റും വലിച്ച് വെള്ളമടിച്ച് നടക്കുന്ന ആൾക്കാർ. ഹിപ്പി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഹിപ്പി സ്റ്റൈല്. ബോബന് മുകളിലൊക്കെ നമ്മൾ കാണുന്ന ഹിപ്പി ഒന്നുമല്ല, അത് കോമാളി താരമാണ്. അങ്ങനത്തെ ഹിപ്പി അല്ല. അവരുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് കഥയും കവിതയും സാഹിത്യവും ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് അവരൊക്കെ. ആ ഒരു കാറ്റഗറിപ്പെടുന്ന ആൾ തന്നെയാണ് ഈ നമ്മുടെ പ്രണവിൻ്റെ കഥാപാത്രവും. അദ്ദേഹം അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മൂവി ചെറുപ്പകാലം മുതൽ ആ വൃദ്ധനായിട്ടുള്ള സീൻ വരെ എല്ലാം അത് ആ കലയെ വിട്ടുള്ള ഒരു കളിയില്ല എന്ന ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതൊക്കെ വളരെ നന്നായിട്ട് അത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തിക്കാനും പ്രണവിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രണവ് ഇങ്ങനെ താടിയും മുടിയും നീട്ടി മുഷിഞ്ഞ ജുബ്ബയിട്ട് ഹിപ്പി സ്റ്റൈലിൽ ഒരു ഗിറ്റാറിൽ, അന്ന് ഹിപ്പിയുടെ കയ്യിൽ ഗിറ്റാർ കാണുന്നത്, ഇപ്പം പ്രണവിൻ്റെ കയ്യിൽ വയലിനാണ്. അത് ഇവർക്ക് ഒത്തിരി ആരാധികമാരും കാണും. ആരാധികമാരെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവരോടൊന്നും ഇൻട്രസ്റ്റ് കാണത്തില്ല. അവർക്ക് അവരുടെ ലോകം എന്ന് പറയുമ്പോഴത്തേനും സംഗീതം, കല, വായന, നോവൽ, കഥ എഴുത്ത്, ഇതൊക്കെയാണ് അവരുടെ ലോകം. പക്ഷേ പെൺകുട്ടികൾ ഇവരുടെ പുറകെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് അവരോടൊന്നും താല്പര്യം കാണത്തില്ല. പിന്നെ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന നോവൽ എന്ന് പറയുന്നത്
അത് ലിറ്റിൽ സ്ട്രേഞ്ചർ എന്നൊരു നോവലാണ്. വളരെ നല്ല നോവലാണ്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് വെച്ച് വായിക്കാം. വായനയോട് ഇപ്പോഴും നമുക്ക് താല്പര്യം ഒന്നും കുറവില്ല. ഈ പുസ്തകം തുറക്കുമുണ്ടല്ലോ, നല്ല മണം. ആ മണം കിട്ടണം നമുക്ക്. ആ ബുക്ക് തുറന്ന് ഇങ്ങനെ ഞങ്ങൾ ആക്കുമുണ്ടല്ലോ, ആ മണം കിട്ടണം. അതാണ് വൈബ്. പിന്നെ ഞാനും കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഹിപ്പിയായിട്ടൊക്കെ നടക്കാനും, അതായത് മുഷിഞ്ഞ ജുബയും താടി മുടിയൊക്കെ നീട്ടി ഇങ്ങനെ തോൾസഞ്ചിയൊക്കെ തൂക്കി നടക്കാനൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു പയ്യനാണ്. പക്ഷേ ഒന്നാമതായിട്ട് ഈ സെക്കൻഡ് ഷോയ്ക്കൊക്കെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ സെക്കൻഡ് ഷോയ്ക്കൊക്കെ ആളിരിക്കുന്ന പോലെ ആയിരുന്നു എനിക്ക് മീശയും താടിയൊക്കെ. അതുകൊണ്ട് ആ ഒരു മോഹം അവസാനിച്ചു പോയി, നടന്നില്ല. അതിൻ്റെ ഒരു വാശിക്കാണ് ഞാൻ ഈ താടി അങ്ങോട്ട് നീട്ടി വളർത്താൻ തീരുമാനിച്ചത്. മനസ്സിലായോ? ഇങ്ങനെയുണ്ട്. പിന്നെ പറയാനുള്ളത് ധ്യാനും വളരെ മനോഹരമായിട്ട് തന്നെ അവൻ്റെ ചെറുപ്പകാലം മുതൽ വൃദ്ധനായിട്ടുള്ള എല്ലാം നല്ല ഒരു സെറ്റായിട്ട് തന്നെ അവരെല്ലാവരും അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മൂവി കാണുന്ന ആൾക്കാർ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് വായനാശീലവും വായനയോട് ആഭിമുഖ്യമുള്ള ആൾക്കാർക്കാണ് ഈ മൂവി ഒന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുകയുള്ളൂ. കാരണം ഇന്നത്തെ കുട്ടികളും ഇന്നത്തെ കലാലയങ്ങളിലും വായനാശീലമൊന്നും ഇല്ല. കാരണം പഠിക്കുന്ന സിലബസ് തന്നെ വായിച്ച് പഠിക്കാൻ ആർക്കും സമയമില്ല. എല്ലാവരും മൊബൈലിലും ഓൺലൈൻ നെറ്റിലും ഒക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് എങ്ങനെ ദഹിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് അനുഭവമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു നോവല് ലൈബ്രറിയിൽ വന്ന്, അതായത് പുതിയൊരു പുസ്തകം ലൈബ്രറി വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് എടുത്തു വെച്ച് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കൊക്കെ അന്നുണ്ട്. കാരണം അന്നൊക്കെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്കില്ല. ഈ വായനയാണ് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അത് എത്രത്തോളം പ്രണവ് നോവൽ വായിക്കാൻ ലൈബ്രറിക്ക് ഓടുന്നതും അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന അവൻ്റെ നിരാശയൊക്കെ, പിന്നെ ആ നോവൽ എടുക്കാൻ വേണ്ടിയിട്ട് കല്യാണം എടുത്ത് പോകുന്നത്, അതൊക്കെ എങ്ങനെ ദഹിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ നടന്നിരുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? അതൊക്കെ എൻ്റെയൊക്കെ റിയൽ ലൈഫിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതികളൊക്കെയാണ് അതൊക്കെ. കോളേജ് ക്യാമ്പസും അതൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് കല്യാണിയുടെ റോള് അവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അതിനകത്ത്. അവർക്ക് ജസ്റ്റ് ഒരു സീൻ. അത് എനിക്ക് തോന്നുന്നത് പ്രണവിനോടും ധ്യാനും വിനീതും ഒക്കെ അവരുടെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് വന്ന് അഭിനയിച്ചതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എല്ലാ നടന്മാരും അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഇവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അഭിനയിച്ച് വന്നേക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആസിഫ് അലി, അജു വർഗീസ്, നിവിൻ പോളിയൊക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ആസിഫ് അലിക്കുന്ന അതിനകത്ത് വലിയ റോളില്ല, എന്നാലും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് ഇങ്ങനൊരു വലിയ സിനിമയിൽ അദ്ദേഹം വന്ന് അഭിനയിച്ചത്. അതിന് അദ്ദേഹത്തിനെയും നമുക്ക് അഭിനന്ദിക്കാം ഈ അവസരത്തിൽ. മൂവിയുടെ കഥ എന്ന് പറഞ്ഞാൽ, കഥ ഞാൻ പറഞ്ഞത് ശരിയല്ല, എന്നാലും ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ, ധ്യാന് നാട്ടിൽ ഒരു അധികം അലമ്പനായിട്ടുള്ള ഒരു പയ്യൻ, അമ്പലപ്പുറമ്പും നാടകവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു പയ്യനാണ്. അങ്ങനെ അവിടെ ഒരു നാടക സെറ്റ് വരുന്നു. അവിടെ നാടകത്തിൽ സംഗീതം ചെയ്യാൻ വരുന്നതാണ് നമ്മുടെ പ്രണവ്. അങ്ങനെ അവർ പരിചയപ്പെട്ടതിന് ശേഷം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഒരു കോളേജിലേക്ക് വെച്ച് ഇങ്ങനെ നോവലിൽ ത്രൂ ഇവർ ബന്ധപ്പെടുന്നു. പിന്നെ അങ്ങനെ ഇവർ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് പ്രണവ് മുങ്ങൽ വിദഗ്ധനാണ് പ്രണവ്, കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് നിന്ന് പുള്ളിക്കാരൻ മുങ്ങികളയും. അങ്ങനെ മുങ്ങിയതിന് ശേഷം ധ്യാൻ ഒരു കത്ത് കിട്ടുന്നു, മദ്രാശിക്ക് പോകാം, സിനിമ അവരുടെ ആഗ്രഹ സിനിമ. ഈ മൂവി എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി അവർ മദ്രാശിക്ക് പോകുമ്പോൾ നമ്മുടെ MGR-ൻ്റെ ഒക്കെ കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ സമയത്താണ് ഇവരും അവിടെ ചെല്ലുന്നത്. ധ്യാൻ ഡയറക്ഷനും ഇദ്ദേഹം പ്രണവ് സംഗീതവുമാണ് അവരുടെ മേഖല. അങ്ങനെ കഥ ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. വളരെ രസകരമായ ഒരു മൂവിയാണ്. അതിനിടയിൽ ഇവർക്കുണ്ടാകുന്ന ഒരു ചെറിയ തെറ്റിദ്ധാരണയും അതും പിന്നെ ഇവർ തമ്മിൽ പിണങ്ങുന്നതും അതൊക്കെ പറയുന്നത് ശരിയല്ല. എന്നാലും വളരെ നല്ലൊരു രസമുള്ളൊരു സംഗതികളൊക്കെയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് അത് മനസ്സിലാക്കുക. പിന്നെ വെള്ളമടി എന്ന് പറഞ്ഞാൽ സന്തോഷം വന്നാലും കുടിക്കാം, സങ്കടം വന്നാലും കുടിക്കാം, വെറുതെ ഇരുന്നാലും കുടിക്കാം എന്നുള്ളൊരു തിയറിയാണ് നമ്മുടെ പ്രണവിൻ്റെ അല്ല, ഈ മൂവിയിൽ
പ്രണവിൻ്റെ കഥാപാത്രം. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അതിനുശേഷം അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പല നടന്മാരും വളരെ ഭംഗിയായിട്ട് തന്നെ മൂവിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം വരുന്നത് നമ്മുടെ അജു ആണ്. അജു വർഗീസിൻ്റെ അച്ഛനും മകനുമായിട്ടുള്ളൊരു സീനാണ് വരുന്നത്. അദ്ദേഹം വളരെ ചെറിയൊരു കോമഡി ടച്ചോടുകൂടി വളരെ മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അജു വർഗീസ് ഏത് റോളും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാം. ഒരു പ്രത്യേക സ്റ്റൈലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ. അജു വർഗീസും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ വരുന്നത് ബേസിൽ അദ്ദേഹവും സംവിധായകനും നടനും എല്ലാം ആണ്. പിന്നെ അദ്ദേഹത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, പറയേണ്ട കാര്യമില്ല. കാരണം ബേസിലിൻ്റെ റേഞ്ച് നമ്മൾ പല മൂവിയിലും പല രീതിയിലും നമ്മൾ കണ്ടതാണ്. ഇതിലും വളരെ മികച്ചതായിട്ട് തന്നെ ബേസിൽ ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ ക്യാരക്ടർ വളരെ ഇപ്പോഴത്തെ തലമുറ, അതായത് ഞാൻ മൂവി കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേന് വളരെയധികം ഫാമിലി ഉണ്ടായിരുന്നു മൂവിയിൽ. തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു. നമ്മുടെ സൗദി അറേബ്യയിലും മൂവി വളരെ ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഫാമിലി ഉണ്ടായിരുന്ന കുട്ടികൾക്ക് രസകരമായി തോന്നിയത് ഈ ബേസിൽ നമ്മുടെ നിവിൻ പോളി അങ്ങനെ അവരുടെയൊക്കെ ആ കോമഡി സീനൊക്കെയാണ് അവരൊക്കെ കൂടുതലും ആസ്വദിച്ചത്. കോമഡി വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നീരജ് മാധവ് വന്നിട്ട് നമ്മുടെ മമ്മൂട്ടിയുടെ അഴകിയ രാവണ സ്റ്റൈലിലൊക്കെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതേ സ്റ്റൈലൊന്നുമല്ല, എന്നാലും ഒരു പൊങ്ങച്ചക്കാരനായ ഒരു പണക്കാരനെയാണ് നീരജ് മാധവ് അവതരിപ്പിച്ച് കുറച്ച് നേരം ഉള്ളെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം അതും ചെയ്തു വെച്ചിട്ട് പോയി. നന്നായിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം സീനിലേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ റോൾ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ അദ്ദേഹം വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടായിരിക്കണം അദ്ദേഹം ആ റോള് ചെയ്തത്. വളരെ മനോഹരമായിട്ട് തന്നെ, മനോഹരം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വേഷമുള്ളായിരുന്നു, അതേപ്പറ്റിയൊന്നും പറയാനില്ല. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കഥാപാത്രം നമ്മുടെ നിവിൻ പോളിയുടെ കഥാപാത്രമാണ്. ഒരു അരമണിക്കൂറോളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ സീന്. പൊളിച്ചടുക്കിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. പൊളിച്ചടുക്കി എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ബോഡി ഷേമിങ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരെയും ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സൗന്ദര്യമില്ല, നിറമില്ല, കറുത്തവനാണ്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ നല്ലൊരു ഷേക്കാൻ കൊടുത്തത്. കാരണം ബോഡി ഷേമിങ് ചെയ്യുന്ന ആൾക്കാരുടെ അപ്പൂപ്പന്മാരെ വിളിക്കാൻ, ഇങ്ങനെ പച്ചയ്ക്ക് വിളിക്കാൻ കാണിച്ച ധൈര്യം നിവിൻ പോളിക്കല്ല. അതിന് അപ്രീഷിയേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ വിനീത് ശ്രീനിവാസനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്ന ഉമ്മാരുടെ കുലത്തെ കുടുംബ അടക്കം തെറി വിളിച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിവിൻ പോളി വന്നിട്ട് പൊളിച്ചടുക്കിയിട്ട് പോയി. വളരെ നല്ല കയ്യടിയായിരുന്നു തിയേറ്ററിലേക്ക് നിവിൻ പോളിയുടെ പെർഫോമൻസിന്. പിന്നെ അങ്ങനെ അവരെ ആദ്യം ഒരു സിനിമ പിന്നെ നിർമ്മിക്കുന്നു, അത് ഇടയ്ക്ക് മുടങ്ങുന്നു, പിന്നെ റീഷൂട്ട് ചെയ്യുന്നു, പിന്നെ മുടങ്ങുന്നു. അങ്ങനെ ആ സിനിമ അവർ ഇത് ചെയ്ത് തീർത്ത് അങ്ങനെ റിലീസൊക്കെ കഴിഞ്ഞ് സെറ്റായി, പടം സൂപ്പർ ഹിറ്റ് ആവുന്നു. അങ്ങനെ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയാണ് ഈ സിനിമ. വർഷങ്ങൾക്ക് ശേഷം വളരെ മനോഹരമായ ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു ബംഗാളി നോവൽ വായിച്ച് തീർത്ത അനുഭവമാണ് ആ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നിയത്. വിനീത് ശ്രീനിവാസനെ അഭിനന്ദിക്കാം. ധ്യാൻ ശ്രീനിവാസനാണ് ഇതിനകത്ത് ഒരു ഹീറോ ആയിട്ട് വരുന്നത്. മെയിൻ പ്രണവും ഹീറോ ആണെങ്കിലും ധ്യാനാണ് കൂടുതലും ഒരു സ്പേസ് കൊടുത്തിരിക്കുന്നതിനകത്ത്. പ്രണവിൻ്റെ ചെറുപ്പം മുതൽ വൃദ്ധനായിട്ടുള്ള സീനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ഫ്രെയിമും, അതായത് ആ സിനിമയിൽ ഓരോ ഫ്രെയിമും കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, അതായത് ഒരു രവിവർമ്മ ചിത്രം, പല സീനുകളും രവിവർമ്മ ചിത്രത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ്. രവിവർമ്മയുടെ ഓരോ പെയിൻറ്റിങ് പോലെ തന്നെയാണ് അതിൻ്റെ ഓരോ ഫ്രെയിമും അവർ കാണിച്ചു വെച്ചേക്കുന്നത്. വിനീത് ശ്രീനിവാസൻ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ കഥാപാത്രം ഒരു ഡയറക്ടറുടെ വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് ത്രൂ ഔട്ട് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഇതിലൂടെയാണ് ഈ കഥ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ നായികയായിട്ട് വരുന്നത് നീത പിള്ളയാണ്. അവരും വളരെ ഭംഗിയായിട്ട്, ചെറിയ റോളാണ്, അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നായികയ്ക്ക് അങ്ങനെ പ്രാധാന്യം ഇല്ല, നായിക പ്രാധാന്യമുള്ളൊരു കഥയല്ല, സിനിമയല്ല ഇത്.
ഈ സിനിമയിലെ നായകനും നായികയും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം, കഥയും കവിതയും കഥയും കവിതയുമാണ് ഈ സിനിമയിലെ നായകനും നായികയും. സാഹിത്യം ആ സാഹിത്യം തന്നെയാണ് ഈ സിനിമയിലെ നായകനും നായികയും. കഥയ്ക്ക് മാത്രം, അതായത് സ്റ്റോറി, വായന, പുസ്തകം, അതാണ് ഈ കഥയുടെ മെയിൻ താരങ്ങൾ. ഓക്കെ, താങ്ക് യു. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതിയതാണ്, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ നന്ദിയുണ്ട്.